ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ ചേരുന്നുണ്ട്. നമസ്തേ ശ്രീ വി പി പത്മനാഭൻ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഞെട്ടിക്കുന്ന, കേരളം ഞെട്ടുന്ന, ഭാരതം ഞെട്ടുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ RVS മണി ഞങ്ങളോട് തെളിവുകൾ സഹിതം ഞങ്ങളുടെ ഡൽഹി ബ്യൂറോയോട് പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. അതിലൊന്ന്, നമ്മുടെ ഭാരതത്തെ ഒറ്റിക്കൊടുക്കാൻ വലിയ രീതിയിൽ ഈ UPA സർക്കാരും കോൺഗ്രസും ലീഗും ശ്രമിച്ചുവെന്നാണ്. അപ്പോൾ ഇതിലൂടെ ഇവരുടെ എല്ലാം ഈ മതേതര മുഖം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ദേശീയത എന്താണെന്ന് വ്യക്തമാകുന്നു. ഒപ്പം ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു നടപടി അതല്ലേ ഇതിൽ നിന്നും വെളിവാകുന്നത്? തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ 2008 നവംബർ മാസം 26-ാം തീയതി മുംബൈ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളിൽ അന്ന് ഈ ബോട്ട് അത് മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും സംശയം തോന്നിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല എന്നും ഉള്ള വെളിപ്പെടുത്തല് ലോക്സഭയിൽ ചിദംബരം നടത്തിയതാണ്. അപ്പോൾ അത് ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. അങ്ങനെ അത്രത്തോളം വളരെ നിസ്സാരമായ രീതിയിലാണ് രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ അന്ന് കണ്ടത്. മാത്രമല്ല, ഈ ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഒസാമ ജി എന്ന് പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. ഒസാമ ബിൻ ലാദനെ ഒസാമ ജി എന്നാണ് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വിളിച്ചത്. അപ്പോ ഇതായിരുന്നു അവരുടെ മനോഭാവം. ഈ തീവ്രവാദ അക്രമങ്ങളെ ഒന്നും ഗൗരവത്തിലെടുക്കാതെ, അതിനെതിരെ ശക്തമായ നിയമനിർമ്മാണമോ അതല്ലെങ്കിൽ ശക്തമായ നടപടിയോ എടുക്കാതെ ഈ തൊലിക്ക് പുറമേയുള്ള ചികിത്സ മാത്രം നടത്തിയതായിരുന്നു അവർ ചെയ്തത്. മാത്രമല്ല, 2008 ഈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ സൈനിക വിഭാഗം തിരിച്ചടിക്കാൻ തയ്യാറായിട്ടും തിരിച്ചടിക്കാൻ UPA സർക്കാർ തയ്യാറായില്ല. അവര് ഡോസിയേഴ്സ് അയച്ചതാണ്, പാകിസ്ഥാനിലേക്ക് ഡോസിയേഴ്സ് അയച്ചതാണ്, ഒബാമയോട് പോയിട്ട് പരാതി പറഞ്ഞതാണ്. എന്നാൽ കഴിഞ്ഞ 3 പ്രാവശ്യമായി, അതായത് ആദ്യം പെഹൽഗാമിൽ പുൽവാമയിൽ അക്രമം ഉണ്ടായപ്പോഴും, പത്താൻകോട്ടിൽ അക്രമം ഉണ്ടായതും പഹൽഗാമിൽ അക്രമം ഉണ്ടായപ്പോഴൊക്കെ ആദ്യം സർജിക്കൽ സ്ട്രൈക്കും പിന്നീട് നമ്മുടെ ബാലാക്കോട്ടിലെ അക്രമവും അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറുമാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ നടത്തിയത്. ഇതൊന്നും, ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതെ തീവ്രവാദത്തിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നിസ്സംഗ മനോഭാവമാണ് കോൺഗ്രസ് സർക്കാർ കാണിച്ചത്. അപ്പോ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് 10 വർഷക്കാലം 2004 മുതൽ 2014 വരെ ഇവിടെ തീവ്രവാദം തഴച്ചു വളർന്നതും ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നതും. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ബോംബ് പൊട്ടി, കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് പൊട്ടി. അതായത് കോഴിക്കോട് മുതൽ അങ്ങ് കാശ്മീർ വരെ നിരന്തരമായ ബോംബ് സ്ഫോടനങ്ങൾ. ഗുജറാത്ത് മുതൽ അങ്ങ് ആസാം, ഗോഹട്ടി വരെ നിരന്തരമായ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ഇന്ത്യൻ മുജാഹിദ് എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഇന്ത്യയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ മുജാഹിദിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇന്ന് കാശ്മീരിലല്ലാതെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും തീവ്രവാദ അക്രമങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡൽഹിയിൽ മാത്രമാണ് ഒരു തീവ്രവാദി ആക്രമണം നടന്നത്. അപ്പോൾ ശക്തമായ നടപടികൾ എടുത്താൽ, ശക്തമായ തിരിച്ചടി കൊടുത്താൽ, അതോടൊപ്പം പാകിസ്ഥാനിന്റെ ഉള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ഒഫൻസീവായ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് തീവ്രവാദത്തിന്റെ മുകളിൽ വിജയിക്കാൻ സാധിച്ചത്. അത് ഇസ്ലാമിക തീവ്രവാദം മാത്രമല്ല, മാവോയിസ്റ്റുകളുടെ കാര്യത്തിലും നമുക്കത് സാധിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റുകളെ പാടെ ഇല്ലായ്മ ചെയ്യാൻ, അതായത് 2026 മാർച്ച് 31 എന്ന ഡേറ്റിന് മുമ്പായി തന്നെ മാവോയിസ്റ്റുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നേട്ടം.